ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മിലോസ് ബ്രിഞ്ചിച്ച് നമ്മുടെ മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ക്രൈം പാർട്ട്ണർ, അതായത് ഡിഫൻസിലെ പാർട്ട്ണറെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്തായാലും അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ മാർക്കോ ലെസ്കോവിച്ചിനെ കുറിച്ച് മനഃപൂർവ്വം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ഒരു ചോദ്യങ്ങളുടെ ചില ഉത്തരം മാർക്കോ ലെസ്കോവിച്ച് ആയിരുന്നു. സോ ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്തായാലും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചത് ഇതിനുണ്ട്. അതിൽ പറഞ്ഞ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് സമയത്ത് ഉണ്ടാകുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഓത് അഡ്രിയാനിലൂടെയും 2 മാർക്കോ ലെസ്കോവിച്ചും ആണെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ഓഫ് ദ പിച്ചിൽ ഭയങ്കര ലേസി ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് മാർക്കോ ലെസ്കോവിച്ചാണ്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഓഫ് ദ പിച്ചിൽ മാത്രമാണ്, അല്ലാത്ത സമയത്ത് അദ്ദേഹം ഒരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗൈ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതായത് പ്രാക്ടീസ് സെഷനിലും അതുപോലെ തന്നെ മാച്ചിൻ്റെ സമയത്തൊക്കെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗൈ ആണ് നമ്മുടെ മാർക്കോ ലെസ്കോവിച്ച്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ അദ്ദേഹം ഭയങ്കര ലേസി ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് നമ്മുടെ മിലോസ് ബ്രിഞ്ചിച്ച് എടുത്ത് പറയുന്നത്. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, കാരണം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കോ ലെസ്കോവിച്ചിന് നിലനിർത്തണോ വേണ്ടായോ എന്നൊരു സിറ്റുവേഷനാണ്. സോ ഞാനും റീതിങ്ക് ചെയ്യുകയായിരുന്നു മാർക്കോയെ വേണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു AFCയുടെ സംഭവം മാറ്റി. സോ ആ ഒരു AFCയുടെ സംഭവം മാറ്റുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചിനെ നിലനിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് മിലോസ് ബ്രിഞ്ചിച്ചിനെ അവിടെ വെക്കാം. പിന്നെ നമുക്ക് ഒരു മാർക്കോ ലെസ്കോവിച്ച് ആയ എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു AFC സൈനിങ് അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളായിരുന്നു. പക്ഷേ AFC സൈനിങ്ങിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലത് മാർക്കോ ലെസ്കോവിച്ച് നിലനിൽക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ക്രൊയേഷ്യൻ ടീമിൽ കളിച്ചൊരു 4 മത്സരം കളിച്ചൊരു താരമാണ്. സോ ഒരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന താരമാണ്. പിന്നെ ഒരു ഇഞ്ചുറിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പലപ്പോഴും ഇങ്ങനെ ഇഞ്ചുറി പറ്റുക. ആദ്യത്തെ സീസണൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കളിച്ചു. പിന്നെ 2 സീസൺ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു. അദ്ദേഹം ഇഞ്ചുറി കാറ്റഗറിയിലേക്ക് പോയി. സോ അത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഇഞ്ചുറി പറ്റുമ്പോൾ ക്ലബിന് പ്രശ്നം ഉണ്ടാകാറുണ്ട്. സോ ഇഞ്ചുറി കൺസേൺ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി ഉറപ്പായിട്ടും ഫിറ്റ്നസ് ഫുള്ളായിട്ട് കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് വെച്ച് ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ആരോൺ ഹ്യൂസ്, അതുപോലെ തന്നെ സെട്രിക് ഹെങ്ബർട്ട്, സന്ദേശ് ജിങ്കൻ, ഇപ്പോൾ ഇതാ മാർക്കോ ലെസ്കോവിച്ചാണ് എൻ്റെ ഒരു ലിസ്റ്റിലെ മറ്റൊരു പേരെന്ന് പറയുന്നത്. കാരണം ഇവർ 4 പേര് ഞാൻ കണ്ടത് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചതിൽ വെച്ചും ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ്. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതായത് ഈ ഒരു ലെവലിൽ വരുന്ന ഡിഫൻഡർ ആയിരിക്കണമെന്നുള്ളൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക.